പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥതയിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക്. രാവിലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് തന്നെ പ്രാർത്ഥനയെ കേട്ട് ഉണരാനും കഴിയണതും പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതം തുടങ്ങണതും ഒക്കെ വലിയൊരു അനുഗ്രഹമാണ്, പ്രൊട്ടക്ഷനാണ്, ശരിക്കും ഒരു സംരക്ഷണമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ മക്കളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. കർത്താവേ, മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിലും അങ്ങ് എൻ്റെ ഇടയനായതിനാൽ എനിക്ക് ഒരു കുറവുണ്ടാകത്തില്ല, എനിക്ക് അപകടം ഉണ്ടാകത്തില്ല. കർത്താവേ, നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുന്ന അരുളി ചെയ്ത വചനം പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ നീ ഉണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. കർത്താവേ, ഈ ബോധ്യത്തിൻ്റെ ശക്തിയാൽ അങ്ങനെ മക്കളെ അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശാന്തമായ ജലാശയത്തിലേക്കാണ് നിന്റെ ആടുകളെ മേയ്ക്കുന്നത്. ഇളകാത്ത, ഓളമില്ലാത്ത, കുടിക്കുമ്പോൾ മൂക്കിൽ പോലും വെള്ളം കയറാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവമേ നീ ശ്രദ്ധിക്കണത്. ഞങ്ങളുടെ ഭക്ഷണ പാനീയങ്ങളിലും അനുദിന യാവനകളിലും പോലും കല്ല് കടിക്കരുത്, ചീത്തനും തുമ്മലും ഉണ്ടാവരുത്. അത് സ്വച്ഛവും സമാധാനമായി അനുദിന ജീവിത ആഹാര നടപടികൾ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്ത് അതിമനോഹരമായാണ് ദൈവമേ നിൻ്റെ സ്നേഹത്തെ സങ്കീർത്തനം വർണ്ണിക്കണത്. ഞങ്ങളതെല്ലാം ഇന്ന് അനുഭവിക്കാൻ ഇടയാക്കണം. കർത്താവേ, അങ്ങയുടെ മക്കളുടെയൊക്കെ മുമ്പിലെ എൻ്റെ ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നെ പിന്തുടരുമെന്നുള്ളതും ഒരു ആധ്യാത്മികമായ അനുഭവമാണ്. കർത്താവേ, പുറകിൽ കണ്ണില്ലാത്ത ഇടയൻ്റെ കണ്ണായിട്ട് നിൽക്കുന്ന വേട്ടപ്പട്ടികൾ, മറ്റ് മൃഗങ്ങളിൽ നിന്ന് ആടിനെ സംരക്ഷിക്കുന്ന മറ്റ് അവിചാരിതവും ആകസ്മികവും അഗോചരവുമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന്
അങ്ങയുടെ മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയുള്ള പിൻകണ്ണാണ് നിൻ്റെത് വഴിക്കണ്ണ് മാത്രമല്ല, പിൻകണ്ണാണ് നീ. 2 കണ്ണുകൾ, 2 നന്മയും കാരുണ്യവും എന്നെ പിന്തുടരും ജീവിതകാലം മുഴുവൻ. കാരുണ്യം ഞങ്ങളുടെ കഴിവിലല്ല, അത് നിൻ്റെ കൃപയിലാണ്. അത് നോട്ട് ബൈ മെറിറ്റാണ്, ബട്ട് ബൈ ഗ്രേസ് ആണ്. കർത്താവ്, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ടാണ്. കാരണം ചില കാര്യങ്ങൾ ഞങ്ങൾ യോഗ്യത ഇല്ലെങ്കിൽ പോലും കർത്താവ്, ജീവിതകാലം മുഴുവൻ നിൻ്റെ കാരുണ്യം ഞങ്ങളെ പിന്തുടരുമെന്ന് നീ പറയുന്നുണ്ടല്ലോ കർത്താവ്. അത് നിൻ്റെ വാഗ്ദാനമാണ് ഈശോയെ. ആ വാഗ്ദാനം പാലിക്കാൻ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ്. യാത്ര, ജോലി, താമസം, ക്രയവിക്രയം, എഴുത്ത്, പരീക്ഷ, പഠനം, സംസർഗം, തീരുമാനം, ചർച്ചകൾ, തീരുമാനം നടപ്പിലാക്കുന്നത്, ആശുപത്രിയിലുള്ള പോക്ക്, ആശുപത്രി കിടപ്പ്, രോഗത്തിൻ്റെ ചികിത്സ, ഇങ്ങനെ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ചന്തയിൽ പോകണതും സൂപ്പർ മാർക്കറ്റിൽ പോകണതും കടയിൽ പോകണതും, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ഇന്ന് രാത്രി 11 ഉറങ്ങുന്നവരെ സംഭവിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചലനങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ സംരക്ഷണത്തെ സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഈ ദിവസത്തെ മക്കളെ ഞാൻ ചേർത്ത് നിർത്തി ആശീർവദിക്കുന്നു. എൻ്റെ മക്കളെ, അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ കേട്ടില്ലേ? എന്താണ്? ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നെ പിന്തുടരും. 23-ാം സങ്കീർത്തനം 6-ാം തിരുവചനം. 23-ാം സങ്കീർത്തനം 6-ാം തിരുവചനം. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. അതായത് എന്താണെന്നറിയാവോ? ഒരു പ്രത്യാശയാണ്. കാരണം ഈ ഇടയൻ ആടുകൾക്ക് മുമ്പേ നടക്കുന്നത്. യോഹന്നാൻ 10:4 തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് ആലയ്ക്ക് പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അപ്പൊ മുമ്പേ നടക്കുമ്പോൾ ആടിന്റെ പുറകിലുള്ളത് എന്താ? ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും. അവിടെ ഒരു നന്മയെന്ന് പറയണത് എന്താണ്? ഗുഡ്നസ്, ദൈവത്തിന് നന്മ നമ്മുടെ കൂടെ ഉണ്ടാകും. രണ്ടാമത് എന്താണ്? കാരുണ്യം. കാരുണ്യം എന്ന് പറയണത് ഇതിൽ നമ്മൾ വിശ്വസിക്കണം. അത് വാഗ്ദാനമാണ്, ഒരു പ്രഖ്യാപനമാണ് വിശ്വാസത്തിൻ്റെ. നന്മയും കാരുണ്യവും എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ പ്രഖ്യാപിക്കുക. അപ്പോഴങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ എന്താണ്? ഈ കാരുണ്യം എന്ന് പറയുമ്പോൾ അത് നോട്ട് ബൈ മെറിറ്റിലെ വർക്ക് ചെയ്യത്തുള്ളൂ. രക്ഷാകരമായ ഫോർമുലയാണത്. എന്താണ്? നോട്ട് ബൈ എഫെസ്യൻസ് 2:8 എന്താണ്? ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ടെന്ന്. അപ്പോൾ കാരുണ്യം എന്ന് പറയുന്നത് നമുക്ക് മുതൽ മുടക്കില്ല. കാര്യം നമ്മളുടെ ഒരു മെറിറ്റിലല്ല അത് വർക്ക് ചെയ്യണത്. ജീവിതത്തിൽ മെറിറ്റിൽ വർക്ക് ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവാണെന്ന് നിങ്ങൾ പറയരുത്. അത് ദൈവത്തിൻ്റെ കാരുണ്യമാണെന്ന് പറയണം. അത് ഏതെങ്കിലും ഘട്ടത്തിലേക്ക് തരണമല്ല, കണ്ണടയുന്നവരെയാണ്, ജീവിതകാലം മുഴുവനുമാണ്. ഈ ദൈവത്തെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും പ്രതിസ്നേഹം കാണിക്കുകയും ചെയ്യണം. സങ്കീർത്തനം പറയുമേ, അതായത് യജമാനൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദാസന് അങ്ങയുടെ മേല് ദാസൻ തൻ്റെ മേല് കാരുണ്യം ചൊരിയുവോളം. 123-ാം സങ്കീർത്തനമാണ് 2-ാം വാക്യം. ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്കെന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കൈകളിലേക്കെന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തറിയാവോ? അത് ഭയങ്കര നോക്കലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ, അതായത് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളോ അങ്ങയുടെ കൈകളിലേക്ക് ഞങ്ങൾ നോക്കിയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് ചില പട്ടികൾക്കുള്ള പരിപാടിയാണ്. ഇതങ്ങനെയല്ല. നീ കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ കരുണയില്ലാത്തവരെ മരിക്കും. അതുകൊണ്ട് നീ മാത്രമേ കരുണ കാണിക്കാനുള്ളൂ. നിന്റെ കരുണയിലെ എനിക്ക് വിശ്വാസമില്ല, നീ കാണിച്ചില്ല, ആരെയും കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ദാസൻ്റെ മേൽ കരുണ തോന്നുവോളൂ. യജമാനൻ്റെ കണ്ണ് കൈകളിലേക്കെന്ന പോലെ ഞാൻ നോക്കി നിൽക്കുമെന്ന്. എന്തൊരു വല്ലാത്ത വർത്തമാനമാണത്. പിന്നെ ഏത് യജമാനാണ് ഈ ദാസനെ കാണാതെ പോണത്?
അവന് ഇൻ്റർവെല്ലില്ലല്ലോ. കുറച്ചു കാലം ദൈവത്തെ ആശ്രയിച്ച് കുറേ പള്ളിയിൽ പോക്കും കുർബാനയും കുടുംബസൊക്കെ നടന്ന് പിന്നെ 6 മാസം പിന്നെ പോകത്തില്ല. അതല്ലേ ആൾക്കാർ. ഇതങ്ങനെയല്ല. അങ്ങനെ ദൈവത്തിൽ നമുക്കൊരു റിലേഷൻ പറ്റത്തില്ല. പല ആൾക്കാർക്ക് അബദ്ധം പറ്റുന്നത് ഇങ്ങനെ. 90% ആൾക്കാർ പണിമണികൾ ഇങ്ങനെയാണ്. ദൈവത്തെ അറിയാം, ഓടടുത്തമ്മ ആളറിയാവുന്ന അപ്പം പറയും. ഇവൻ ഈ ഇളക്കം ദൈവികമായ ഇളക്കം തുടങ്ങുമ്പോൾ തന്നെ പറയും ഇവന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇട്ടച്ചും പോകും, പിന്നെ ഒരു അടുത്ത 2-3 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ ഈ ഇൻ്റർവെല്ല് വെച്ചാണ് ആൾക്കാർ ദൈവമായിട്ട് ഇടപെടുന്നത്. ദാറ്റ് ഈസ് റോങ് ആൻഡ് നോൺസെൻസ്. ഇവിടെ എന്താ പറയണത്? സത്യസന്ധമായ ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ എന്ത് ചെയ്യും? യജമാന് കരുണ തോന്നുകയുള്ളൂ. യജമാൻ്റെ കൈ എന്നാണ് ഒഴിയേണ്ടത് എനിക്ക് അനുഗ്രഹം തരാൻ, അന്ന് വരെ ഞാൻ യജമാനൻ തന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് തരാതെ ഞാൻ പട്ടിണി കിടക്കും. അല്ലാതെ വല്ലയിടത്ത് പോയി നോക്കത്തില്ല. വേറെ ഒരു ദൈവമോ വേറെ ഒരു ശക്തിയോ മാനുഷ്യമായ ബുദ്ധിയോ മറ്റുള്ള പറയണ കേട്ടോ ഞാൻ ചാടത്തില്ല. എൻ്റെ കർത്താവിന് മുമ്പിൽ വെച്ച വിഷയമാണെങ്കിൽ ദൈവിക തീരുമാനം ഉണ്ടാകും. അതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത്. നല്ല ആസ്തി വിശ്വസ്തത ഉണ്ടാകാൻ, കർത്താവിൻ്റെ ഇതിനെ ഉറച്ചു നിൽക്കാൻ ദൈവം ഈ ദിവസം എന്നെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ഫ്ലോ ക്യാച്ച് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്. നിങ്ങളിത് ക്യാച്ച് ചെയ്യണമെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ വേറെ ഒരു ഡിഫറെൻ്റ് ആളായിരിക്കും. ജോഷുവ 1:9 ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇത് കോൺഷ്യസ് ആണ്, അവയർനെസ്. ഉടമ്പടി നിനക്ക് നൽകുന്നത് ഈ അവയർനെസ് ശക്തിപ്പെടണം. ഒന്ന് കൈ നെഞ്ചത്ത് ചോദിച്ചേ. കർത്താവ് ദൈവമേ, അങ്ങയോട് ഉടമ്പടി ചെയ്തിരിക്കുന്ന എന്റെ ജീവിതത്തിലെ അങ്ങയുടെ സാന്നിധ്യം കുറച്ചുകൂടി അതിനെക്കുറിച്ച് ബോധവാന്മാരാകാൻ ബോധവതികളാകാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ദൈവം പ്രവർത്തിക്കുന്ന രീതികളെ കുറിച്ചാണ് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് മേരി മാഗ്ഡലിൻ ഫസ്റ്റ് വിറ്റ്നസ്സിയായി മാറിയത്? അത് നിലപാടാണ് അവളുടെ. അതായത് അവളുടെ മനസ്സിലുള്ളത് ഒരു ഡെഡ് ബോഡിയാണ്. ഒരു പക്ഷേ 70 കിലോ ഉള്ള ഒരു ഡെഡ് ബോഡി. ടൂറിലെ വിശുദ്ധ കച്ചയൊക്കെ പരിശോധിക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് കർത്താവിൻ്റെ ബോഡിക്ക് 70 കിലോ ഉണ്ടെന്നാണ്. അപ്പോൾ 70 കിലോ ഉള്ളൊരു ഡെഡ് ബോഡി, 3 ദിവസത്തെ പഴക്കമുള്ള ഡെഡ് ബോഡി. ഇത് യേശു ഈ അവസ്ഥയിലാണെങ്കിലും ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൾ തീരുമാനിക്കുന്നത്. ഇപ്പം യേശുവിനെ ഏറ്റെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങോട്ടാണ് പോണത്? ചൊല്ലണ പ്രാർത്ഥനയിലേക്കല്ല പോണത്, പിന്നെന്താണ്? ചെയ്യുന്ന പ്രാർത്ഥനയിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ സ്പീഡ് കണ്ടൻ്റ് എന്ന് പറയണത് ഈ ചെയ്ത്തിലാണ് ഇരിക്കുന്നത്. അല്ല, നിങ്ങൾ ചൊല്ലിയിട്ട് ഇത് സ്പീഡാവുമെന്ന് വിചാരിക്കരുത്. ഉടമ്പടിയുടെ സ്പീഡ് കണ്ടൻ്റ് ഇരിക്കുന്നത് അതിൻ്റെ ചെയ്ത്തിലാണ് ഇരിക്കുന്നത്, അതിൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഉടമ്പടിയിൽ സ്പീഡ് ഉണ്ടാക്കുന്ന കണ്ടൻറ്റ് ഏതാണ്? അതെന്താണ്? അതെപ്പോഴും ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത്. ഉടമ്പടിയെ മറ്റ് പ്രാർത്ഥനകൾ വ്യത്യസ്തമാക്കുന്നതും ഈ ചെയ്ത്തുകളാണ് എൻ്റെ കൂടെയുള്ള. അവൻ പറയണത് പോലെ ചെയ്യുന്നതിനുള്ളതാണ് സംഭവം. ഇത് ഏത് സിറ്റുവേഷനിലും ആരുടെ സഹായമില്ലാതെയും, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോഴും പറയുവേ, അമ്മായിപ്പൻ്റെ ഓഹരി മേടിക്കാൻ വന്നപ്പോൾ എല്ലാവർക്കും ഇടിയായിരുന്നു, ഭയങ്കര ഇടിവെച്ചും കേസും പറഞ്ഞ് മേടിച്ച്. ഇപ്പം ആ മനുഷ്യൻ പെട്ടുപോയി, അങ്ങേരുടെ മലമൂത്രങ്ങളൊക്കെ വീട്ടിലായപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഒരു പട്ടിയും സഹായിക്കാനില്ല. തീർന്നു, പരിപാടി തീർന്നു. ക്രിസ്തുവിൻ്റെ ഡെഡ് ബോഡിയേക്കാൾ കഷ്ടമായിട്ടുള്ള അവസ്ഥകൾ കുടുംബത്തിലുണ്ട്. കാര്യം എന്താണ്? ഈ ബെഡ് സോർ വന്ന് കിടക്കുന്ന രോഗിയെ ഒന്നും മറച്ചിടാൻ പോലും നമുക്ക് പറ്റിട്ടില്ല. പലരും കെയർ ടേക്കറിങ്ങിന് ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടി ഇവിടെ വരും. ചിലർ ലീവിന് വരും. കെയർ ടേക്കറാണ് അവർ, ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ ഇറ്റലിയിലുമൊക്കെ. അപ്പോൾ അവർ വന്ന് എന്നോട് പറയും, ഒന്ന് പ്രാർത്ഥിക്കച്ചാൽ എനിക്ക് ഞാൻ നോക്കുന്ന പേഷ്യൻ്റ് 80 വയസ്സുണ്ട്, ഭയങ്കര തടിയനാണ്. അപ്പോൾ എനിക്ക് സങ്കടം വരും. എന്താ കാര്യം? എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളാണ് അവളെ പോയി നോക്കേണ്ടത്. എങ്ങനെ ഈ ചേട്ടനെ പിടിച്ചൊന്ന് തള്ളി അവിടെ കൈ ഒടിഞ്ഞു പോകും. അപ്പോൾ എന്നോട് പറയും, എനിക്ക് ഒന്ന് ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വേറെ മാർഗ്ഗമില്ലല്ലോ എന്ന് പറയും. പക്ഷേ പ്രാർത്ഥിച്ചു, ഈശോയുടെ ഒരു രീതി നമ്മൾ ഞെട്ടിപ്പോകും. അവളവിടെ ചെന്ന് 3 മാസമായപ്പോഴത്തേന് 3 ആഴ്ചക്കുള്ള ചേട്ടൻ മരിച്ചു. അതല്ല പ്രശ്നം. അവൾക്ക് അതിനേക്കാൾ ആ സാക്ഷ്യം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. 3 മാസത്തിൽ ഗവൺമെൻറ് ജോലി വാങ്ങിക്കുകയാണ് ആ രാജ്യത്ത്. അതായത് ദൈവം നിൻ്റെ കണ്ണുനീര് കാണും, നിൻ്റെ അവസ്ഥകൾ. അവൾ പറഞ്ഞത് ശരിയല്ലേ എന്നോട്? എന്താ കാര്യം? എൻ്റെ പേഷ്യൻറ്റിന് 80 കിലോ ഉണ്ട്, തളർന്ന് കിടക്കുകയാണ്. അങ്ങേരുടെ ബെഡ്സോൾ കൊണ്ട് അങ്ങേരെ ഒന്ന് തള്ളി മാറ്റാൻ പോലും എനിക്ക് കഴിവ്, എൻ്റെ കൈ ഒടിഞ്ഞു പോകും തള്ളിയെ. ഞാൻ എങ്ങനെ ഇത് നോക്കും?
അത്രയും അത് അപ്പോൾ അവർ ആ പേഷ്യൻറ്റുമായിട്ട് എന്തുമാത്രം വിഷമിക്കുന്നുണ്ട്. ഇതല്ല അച്ഛന് പറയാനുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണോ നിന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് വിചാരിച്ചോ, നീ ഒറ്റക്കായി പോയി. ആനുകൂല്യം മേടിക്കാനുള്ള ഒത്തിരി പേരുണ്ടാവും, ബാധ്യത ഏറ്റെടുക്കാൻ ആരും ഉണ്ടാകത്തില്ല. കടങ്ങളായാലും അങ്ങനെയാണ്, ആനുകൂല്യത്തിന് എല്ലാവരും ചടി വീഴും, പക്ഷേ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ ആദ്യം കണ്ട ദർശനം ഇപ്പം കറക്റ്റായി വന്ന് കണ്ട കുരിശ കിടക്കുകയാണ്, അതിൻ്റെ കൂടെ കക്ഷത്തൊരു മൊഴി അത് എക്സ്ട്രാ വന്നതാണ്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ നിനക്ക് വന്നാൽ നിൻ്റെ ഭാരത്തെ നീ മുട്ടയിൽ നിന്നുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ആനുകൂല്യം മേടിക്കാൻ ഒത്തിരി പേരുണ്ട്, പക്ഷെ ഞാൻ അവരാരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞാനിത് മേരി മാഡലിനെ പോലെ ഞാൻ ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞില്ലേ. പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷിയായത് എങ്ങനെയാണ്? ആ ഒരൊറ്റ കളിയിലാണ് ആയത്. ഈ നെഞ്ചത്ത് കിടന്ന യോഹന്നാനും കുരിശിൻ്റെ ചുവട്ടുന്ന യോഹന്നാനും ഒന്നും ഇവിടെ ഇല്ല. പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷിയായിരിക്കുന്നത് ആരാണ്? മേരി മാഡലിൻ ഒറ്റ വാക്കിലാണ്. എന്താണ്? ഏത് ഡെഡ് ബോഡിയാണ് കർത്താവ് ഞാൻ ഏറ്റെടുത്തോളാവുന്ന കൈ ഇടിച്ച് കർത്താവിനെ സ്വല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് നിന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ നീ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അന്യായമായ സഫറിങ്സ് ആൻഡ് അൺജസ്റ്റ് അഗ്രസീവ്നെസ് ഓഫ് അതേഴ്സ്, മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നീ അനുഭവിക്കുന്ന അന്യായമായിട്ടുള്ള എല്ലാവിധ ഞെരുക്കങ്ങളും നീ ഒരു നിമിഷം നിൻ്റെ വീട്ടിൽ എവിടെയാണ് നീ മുട്ട നിന്നിട്ട് പറയണം, കർത്താവ് ഇത് മേരി മാഡലിനെ പോലെ ഞാൻ നിന്നെ ഏറ്റെടുക്കുന്നതിന് പകരം നിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കുകയാണ്. ദാറ്റ് ഇസ് മിഷൻ. അപ്പോൾ ക്രിസ്തു ആരാണെന്ന് നീ അറിയും. അപ്പോൾ ക്രിസ്തു നിൻ്റെ പേര് വിളിക്കും, കർത്താവ് നിന്നെ സ്വന്തമാക്കും. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് മക്കൾ, ഈ ശക്തി എന്നും പറഞ്ഞ് ഇപ്പം ക്രിസ്തുവിൻ്റെ കൈമാറ്റം, വിനിമയം, ക്രിസ്തു വിനിമയം ചെയ്യപ്പെടുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ക്രിസ്തു രണ്ട് ഫോംസിലാണ്. ഒന്ന് വ്യക്തിയായിട്ടും ഒന്ന് ശക്തിയായിട്ടും ക്രിസ്തു കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. ക്രിസ്തു എന്ന് പറയുന്ന ത്രിത്വത്തിൻ്റെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ ഒരേ സമയം തന്നെ വ്യക്തിയുമാണ്, അതേസമയം തന്നെ ശക്തിയുമാണ്. ഈ ക്രിസ്തുവിൻ്റെ കൈമാറ്റം നടക്കുന്നത് രണ്ട് ഫോംസിലാണ്. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റണില്ല കർത്താവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ശക്തി പോയെന്നല്ല എൻ്റെ അർത്ഥം. എന്നിട്ട് നീ പറയണം, എങ്കിലും ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ നാമത്തിൽ ഞാനിത് ഏറ്റെടുക്കണമെന്ന് പറയണം. അതാണ് ഈ കല്ലെടുത്ത് മാറ്റാൻ 16:3 ചോദിക്കുന്ന സ്ത്രീ തന്നെയാണ്. കല്ലെടുത്ത് മാറ്റാൻ ആര് സഹായിക്കുമെന്നാണ് മേരി മാഡലിൻ ചോദിച്ചത് പണ്ടേ. ആ മേരി മാഡലിൻ തന്നെയാണ് ഇപ്പോൾ പറയണത്, ആര് സഹായിച്ചില്ലെങ്കിലും ഇത് കല്ലല്ലോ കർത്താവല്ലേ, അത് ഞാൻ എടുത്തോളാം. ഇത് കല്ലല്ല കർത്താവാണെന്ന് നീ ക്ലേശം അനുഭവിക്കുന്ന വ്യക്തികൾ, നിന്നെ ക്ലേശിപ്പിക്കുന്ന വ്യക്തികൾ, അത് കല്ലല്ല കർത്താവാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നീ ക്രിസ്തുവിൻ്റെ ശക്തി അനുഭവിക്കേണ്ടത്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് കല്ല് എടുത്തു മാറ്റാനാണ് സഹായം ചോദിച്ചത്. പക്ഷെ കർത്താവിനെ എടുത്തു മാറ്റാൻ ആരുടെയും സഹായം, എടുത്തുകൊണ്ട് പോകാൻ, ഏറ്റെടുക്കാൻ ആരുടെയും സഹായം ചോദിക്കണില്ല. ഈ ഒരു ഡിഫറൻസ് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയണം. ഒരു വിഷയത്തെ ഞാൻ ക്രിസ്തുവായിട്ട് ആരെയും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ആരെയും നിങ്ങൾക്ക് കാര്യം ഈശോ പറഞ്ഞിട്ട്, എൻ്റെ നാമത്തിൽ ഈ എളിയവരിൽ ഒരുവനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. 9:37 മർക്കോസ്. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഇതൊരു ഫോർമുലയാണ്, കൺവേർഷൻ ഫോർമുലയാണ്. ഏതെങ്കിലും ഒരു സംഭവത്തെ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ ആ വിഷയം ക്രിസ്തുവായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഇങ്ങനത്തെ പോയിന്റ്. ഏതെങ്കിലും ഒരു ക്ലേശത്തെ, മർക്കോസ് 9:37, ഏതെങ്കിലും ഒരു ക്ലേശത്തെ ദൈവസ്നേഹത്താൽ പ്രേരിതനായി നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ അത് നിങ്ങൾക്ക് ക്രിസ്തുവായി കൺവേർട്ടപ്പെടുക, അത് മാറ്റപ്പെടും. പ്രാർത്ഥിക്കുക, കർത്താവേ
കർത്താവേ, എനിക്ക് എനിക്ക് താങ്ങാനാവാത്ത താങ്ങാനാവാത്ത എല്ലാ അവസ്ഥകളെയും എല്ലാ അവസ്ഥകളെയും ഞാൻ നിന്നോടുള്ള വിശ്വാസത്തെ പ്രതി സ്നേഹത്തെ പ്രതി ഉടമ്പടി പ്രകാരം നിന്റെ നാമത്തിൽ ഏറ്റെടുക്കുന്നു. കർത്താവേ, എനിക്ക് ക്രിസ്തുവിനെ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഈ നടപടിക്രമത്തെ നീ ആശീർവദിക്കണമേ. ഒരു മെക്കാനിസമുണ്ട്. അതായത് ഒരു സിറ്റുവേഷൻ, ഒരു വ്യക്തി നിനക്ക് ക്ലേശം തരുന്നത്, അല്ലെങ്കിൽ നിനക്ക് ഭാരം തരുന്നത്, അല്ലെങ്കിൽ നിനക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്, ആ വിഷയത്തെ നിനക്ക് ക്രിസ്തുവായി വിഭാവന ചെയ്യുന്നൊരു പ്രശ്നമൊന്നുമില്ല, പക്ഷേ റിട്ടേൺസ് ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഇതിൻ്റെ അകത്തൊരു കളിയുണ്ട്. അതറിഞ്ഞില്ലേ നമുക്ക് ഈ കച്ചവടം നഷ്ടമായിരിക്കും. അതായത് ഒരു സിറ്റുവേഷൻ, ഒരു വ്യക്തി, ഒരു രോഗം, ഒരു ക്ലേശം ഉണ്ടാക്കുന്ന വ്യക്തികൾ, ഒരു ഭാരം, കുടുംബത്തിലുണ്ടാകുന്ന വ്യക്തികളുണ്ടാക്കുന്ന ഭാരം, അത് യേശുവായി വിഭാവനം ചെയ്യുന്നതിൽ നമുക്ക് മുതൽ മുടക്കൊന്നും ആവശ്യമില്ല. എന്താ, ആർക്ക് വേണമെങ്കിൽ വിഭാവനം ചെയ്യാം. അത് യോഹന്നാൻ അത് കർത്താവാണെന്ന് പറഞ്ഞ പോലെ ഇരിക്കും. പണ്ട് യോഹന്നാൻ പറഞ്ഞില്ലേ, യേശുവിനെ ഒരു ചെറിയ മയക്ക വെളിച്ചത്തിൽ കണ്ടില്ലേ, തിബേരിയസിൻ്റെ തടാകത്തിൻ്റെ തീരത്ത് ഒരു മയക്ക വെളിച്ചമെന്ന് പറയുന്നതാണ് ഒരു വെളുപ്പാങ്കാലത്ത്. ഈ വെളുപ്പാങ്കാലമൊക്കെ സൂക്ഷിക്കണം. അരണ്ട വെളിച്ചമുള്ള സമയത്താണ് മേരി മാഗ്ദലിൻ കർത്താവിനെ അടിച്ചു മാറ്റിയത്. വിശ്വാസം പറയുക, ജീവിതത്തിൽ ഒരു പിടി കിട്ടുന്നില്ല. വെളിച്ചം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് ക്രിസ്തു ആണോ ക്രിസ്തു അല്ലയോ, അങ്ങനെയൊക്കെ ഒരു ആംബിഗസ് or hypothetical conditions. You are not able to discern the ഒരു ഫെയ്ത്ത് കണ്ടൻറ്റിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് കഷ്ടപ്പെടുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ പ്രസാദം ഉണ്ടാകുമോ, വീടുണ്ടോ, വെതർ മേ ബി അറിയത്തില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരില്ലേ. അപ്പോൾ നീ ഒരു തീരുമാനം എടുക്കണം. നീ അത് ശരിക്കും കറ തീർത്ത് പ്രഖ്യാപിക്കണം. യെസ്, ഇറ്റ് ഈസ് ലോഡ്, ഞാനത് ടേക്കപ്പ് ചെയ്യണമെന്ന്. എന്താ പ്രശ്നം വെച്ചാൽ, ഇറ്റ് ഈസ് ലോഡ് എന്ന് പറഞ്ഞത് കൊണ്ട് ഇൻകം കിട്ടത്തില്ല, വരുമാനം കിട്ടത്തില്ല. അത് കർത്താവാണെന്ന് യോഹന്നാൻ പറഞ്ഞില്ലേ പണ്ട് തിബേരിയസിൻ്റെ തീരത്ത് 21:7 യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചോളൂ. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പടി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. സ്നേഹിച്ചെന്നൊക്കെ ഇടക്കിടക്ക് പുള്ളിക്കാർ ഇങ്ങനെ പൊട്ടിന് വീടിടുന്ന പോലെ പറയുന്നുണ്ട്, പക്ഷേ ഒന്നും വർക്കൗട്ട് ചെയ്യണില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. മതി, അത് കർത്താവാണ്. യേശു ആരാണ്? തിബേരിയസിൻ്റെ തീരത്തെ ഒരു മയക്ക വെളിച്ചത്തിലെ അയാൾക്കൊരു ഒരു ഇരുട്ട മയത്തിൽ വെളുപ്പം കാലത്ത് ഈശോ വരികയാണ്. കടലിൽ വള്ളം കിടക്കുന്നു, അവരെല്ലാം വള്ളത്തിലാണ്. ആർക്കുമേ ഈശോയെ തിരിച്ചറിയാൻ പറ്റണില്ല. ഒരാൾ തിരിച്ചറിഞ്ഞു. ആരാണ്? യോഹന്നാൻ. അപ്പോൾ 21:7 എന്താ പറയണത്? ദാറ്റ് ഈസ് ലോർഡ്, അത് കർത്താവാണ്. തീർന്ന് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുകയും അടുത്ത സീൻ ചെയ്യണത്, സീൻ കോൺട്ര എന്ന് പറഞ്ഞ പോലെ സീൻ ചേഞ്ച് ചെയ്യണം നോക്കിയേ. അതായത് അത് പറഞ്ഞ ആൾ അവിടെ ഇരിക്കുക, അയാൾ അനക്കില്ല, അയാൾ വിഭാവന ചെയ്തു. ദാറ്റ് ഈസ് ലോഡെന്ന്. ഉടമ്പടിയിൽ ഇതുപോലെ വിഭാവന ചെയ്താൽ വർക്കൗട്ട് ചെയ്യത്തില്ല, ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. അവിടെയാണ് പ്രശ്നം. നമ്മളറിയോ ശരി രസമാണ്, അമ്മായിമ്മക്ക് പനിയാണ്, അമ്മായിമ്മക്ക് വാദമാണെന്നൊക്കെ പറഞ്ഞ് അമ്മായിമ്മ ഞാൻ ക്രിസ്തുവായിട്ട് കാണാം, കണ്ടുകൊണ്ടിരുന്നിട്ട് കഥയില്ല. യു മസ്റ്റ് ആക്ട്. അവൻ പറയണ പോലെ ചെയ്യണം, ചൊല്ലിയിട്ട് കാര്യമില്ല. അത് കർത്താവാണെന്ന് പറഞ്ഞ് ചൊല്ലിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. എന്തിനാ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ക്രിസ്തു ആക്ടിവേഷന് 2 ഫോർമുല ഉണ്ട്. അത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യത്തുള്ളൂ. എന്താണ്? യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയണം, അല്ലേ? റോമ 10:9 അതരം കൊണ്ട്. അതാണ് യോഹന്നാൻ ചെയ്തിരിക്കുന്നത്. യോഹന്നാൻ ചെയ്തിരിക്കാൻ തെറ്റില്ല, പക്ഷേ ആ പുള്ളിക്കാരൻ 50% ചെയ്തുള്ളൂ. അവിടെയാണ് കുഴപ്പം വന്നു പോയത്. അത് കർത്താവാണ്. അതെന്താ? അത് റോമ അപ്പോൾ യോഹന്നാൻ 21:7 അനുസരിച്ചുകൊണ്ട് അത് കർത്താവാണെന്നുള്ളത് രക്ഷയുടെ ആദ്യ പകുതിയാണ്. രക്ഷയുടെ 2 പകുതിയുണ്ട്. എന്താണ്? യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയാം, റോമ 10:9 പിന്നെ എന്താണ്? വേറൊരു കാര്യമുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ദൈവം അവന് മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇത് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തീരത്തില്ല. എന്ത് ചെയ്യണം? വിശ്വാസം പ്രവർത്തനം കൊണ്ട് നീതീകരിക്കണം. അവിടെയാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം വേണ്ടത്. യാക്കോബിന്റെ ഉത്തരം വായിച്ചവനെ 2:17 വായിച്ചേ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പ്രവൃത്തികൾ കൂടാതെ ഒന്ന് പറഞ്ഞേ. പ്രവൃത്തികൾ കൂടാതെ വിശ്വാസം നിർജീവമാണ്. അതായത് അത് കർത്താവെന്ന് ആണെന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി സംഭവം ശരിയാണെങ്കിൽ നിർജീവമാണ്. യോഹന്നാന് പറ്റിയൊരു അബദ്ധം അവിടെയാണ്.
അത് കർത്താവാണെന്ന് പറഞ്ഞ് ഇതിനെ ജീവൻ വെപ്പിക്കുന്നത് ആരാണ്? വേറെ ഒരുത്തനാണ് ജീവൻ വെപ്പിക്കുന്നത്. തുണിയില്ലാതെ ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവനാണ് ഇതിന് ജീവൻ വെപ്പിക്കുന്നത്. എന്താണ്? അത് കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പത്രോസ് താൻ നഗ്നനായത് കാരണം തുണിയെടുത്ത് ചുറ്റി കടലിലേക്ക് ചാടി. ഇത് വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ്. ഇവിടെ വൈവാക്ക് തോറ്റുപോയി. പ്രാക്ടിക്കലിന് യോഹന്നാൻ തോറ്റുപോയി. തിയറി ഓക്കെ ആയിരുന്നു. യോഹന്നാൻ്റെ തിയറി ഓക്കെ ആയിരുന്നു. എന്താ സംഭവം? അത് കർത്താവാണ്, സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ എന്താ പ്രശ്നം? ഇത് തമ്മിൽ യോജിപ്പിക്കണത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തമ്മിൽ യോജിപ്പിക്കണത് എവിടെയാണ്? ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉടമ്പടിയുടെ സ്പീഡ് കണ്ടൻറ്റ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഉടമ്പടി സ്പീഡാകാൻ കാരണം അതിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ പറയുന്ന പോലെ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ട് അതിൻ്റെ കൂടെ കുറേ പ്രാർത്ഥനകൾ ചൊല്ലിയ സ്പീഡാകത്തില്ല. അത് എല്ലാം അത് കർത്താവാണെന്ന് പറയുന്ന പോലെ യോഹന്നാൻ 21:7 അതുപോലെ അത് തന്നെയാണ് റോമ 10:9 എന്താ പറയണത്? യേശു കർത്താവാണ്. ഇറ്റ്സ് ഓക്കെ. പക്ഷെ അതിൻ്റെ സെക്കൻഡ് ഫോർമുല വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ദൈവം പറഞ്ഞ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഈ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ള പുനരുത്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ മിഷൻ വർക്ക് ചെയ്യണത്, എല്ലാ പ്രവർത്തനങ്ങളും വരണത്, എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും വരണത്. നിങ്ങളൊരു പത്രം കൊണ്ടേ കൊടുക്കണമെന്ന് വിചാരിച്ചോ? കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യത്തിന് ചേച്ചിയുടെ പേര് അതായത് ജാൻസി ചാക്കോ, തലൂരപ്പറമ്പ്. ജാൻസി ചാക്കോ ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. ചേച്ചി നിന്ന് വാരിക്കോസായി കാലിൽ. ഒരു കാരണവശാലും കാല് വേദന, അതായത് പിന്നെ നീര്. അവർ പറയണതേ, ഞാൻ ഭർത്താവിനെ കൊണ്ട് എൻ്റെ കാല് ചവിട്ടി തിരുമിക്കുമ്പോഴാണ് എനിക്ക് ഉറക്കം വരുന്ന. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. നീര് കല്ലച്ച് കിടന്നിട്ട് അത്ര. അപ്പോൾ എന്തൊരു നീരായിരിക്കും അല്ലേ? ആ സാക്ഷ്യം നമ്മളൊന്ന് നോക്കണേ, അത് നിങ്ങൾ നോക്കണേ. അതായത് ശരീരത്തിൽ നീര് കല്ലച്ച് കിടക്കണ നിപ്പ് ജോലിയാണ്. അവിടെ ചെന്ന് നിൽക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നിന്ന് കാലം നീരായി വേരിക്കോസായി. അതായത് ഇതിന് വീട്ടിൽ വരുമ്പോൾ കാലെടുത്ത് തല വെച്ചുകൊണ്ടാണ് വീട്ടിൽ വരുന്നത്. അത്രയും വേദനയാണ്. അത്രയും വേദനയോടെ വീട്ടിൽ വരുമ്പോൾ കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് രാത്രി കിടക്കാൻ വേണ്ടി ഉറങ്ങി കാലിങ്ങനെ വിങ്ങത്തില്ല ഇരുന്നുണ്ട്. അപ്പോഴേ ചില വാദമുള്ള ആൾക്കാർക്കൊക്കെ നല്ലവണ്ണം അറിയാൻ പറ്റും. ആരെങ്കിലും ഒന്ന് തടകി കൊടുക്കണം. പക്ഷേ ഇവിടെ തടയാൻ നിൽക്കത്തില്ല. അവർ പറയണ നീര് ഉടച്ച് കളയാൻ വേണ്ടി ഞാൻ ഭർത്താവിനെ കാലൊക്കെ ആയിട്ട് നിർത്തി ചവിട്ടി തിരുമിക്കും. അത് സാക്ഷ്യം പറഞ്ഞാണത്. അത്രയും കണ്ടീഷനാണ്. പക്ഷേ ഇവരെന്നാ ചെയ്ത്? ഇവർ ഉടമ്പടി എടുത്ത്, ഉടമ്പടി നിങ്ങളെല്ലാവരും എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ജാൻസി ചാക്കോക്ക്. ജാൻസി ചാക്കോ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് 10 രൂപ മേടിച്ച് തലൂരപ്പറമ്പിലോട്ടല്ലേ പോകേണ്ടത്, തണ്ണീർമുക്കം വഴി. അത് ചേർത്തല ചെന്ന് എല്ലാ കടകൾക്കും ഓരോ പത്രം കൊടുത്ത്. അത് സ്പീഡായിട്ടാണ് കൊടുക്കുന്നത്. പ്രാർത്ഥിച്ച് നല്ല ഒരു വെടിക്കെട്ട് കൊടുക്കലാണ്. അല്ലാതെ ഇത് കൊടുക്കണം, അവിടെ അവർ വാങ്ങിക്കുമോ, അവർ വാങ്ങിച്ചില്ലേ എന്ത് ചെയ്യും, അവരിവിടെ കൊടുത്തില്ലേ, ഇങ്ങനെ കുറേയൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതങ്ങനെയല്ല, ഇത് വെടിക്കെട്ടാണ്. ഇവർ രക്ഷപ്പെട്ടത് അതുമല്ല. അതിനുശേഷം ഇവർ തലയോരപ്പറമ്പിൽ ചെന്ന് അവിടെ എല്ലായിടത്തും പത്രം കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇവർ ദിവസം പള്ളിയിൽ പോയി ഇരിക്കുകയാണ്. പള്ളിയിലിരിക്കുമ്പോൾ പള്ളിയിൽ ഒരു കെട്ട് പത്രം ഇരിക്കണം. അപ്പോൾ അവർക്ക് പറയണേ, പത്രം കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്ന്. എന്താ കാര്യം? ഇത് ആരോ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത ആൾക്കാർ കൊണ്ടുവന്ന് ഡംപ് ചെയ്തതാണ്. അത് ഡംപ് ചെയ്തതാണ്. അപ്പം ഞാൻ ആ പത്രം എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുത്തു. ആ രാത്രി കർത്താവിൻ്റെ കാര്യത്തൊട്ട് പിന്നീട് ഒരിക്കലും നീരുണ്ടായിട്ടില്ലെന്ന് കൈയടിച്ച് കർത്താൻ അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ഇത് ഒരു വർക്കാണ് ശരിക്കണേ കർത്താവിൻ്റെ പേരിൽ. അതിനകത്ത് ഏറ്റവും വലിയ കണ്ടന്റ് എന്ന് മർമ്മം എന്നുള്ളത്, പത്രം കിട്ടായിട്ട് പള്ളി ഇരിക്കണ കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു എന്ന് തോന്നണില്ലേ? അതാണ് അവരുടെ മിഷൻ എന്ന് പറയണത്. ഇത് കർത്താവിനെ പ്രതിയുള്ള സങ്കടമാണത്. ആ സങ്കടം കാരണം അവരെടുത്തിട്ട് എനിക്ക് സങ്കടം തന്നെ വന്ന് വീട്ടിൽ പോയില്ല. അവർ അത് എടുത്തിട്ട് കണ്ടവർക്കെല്ലാം അത് വിതരണം ചെയ്ത്, എനിക്ക് സങ്കടമാണ് അത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഇരിക്കുക. ഇത് ഫസ്റ്റ് പാർട്ടാണ്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കൊണ്ടൊരിക്കലും ആക്ടിവേഷൻ സംഭവിക്കത്തില്ല. യോഹന്നാനി അതല്ലേ സംഭവിച്ചത്. യോഹന്നാനാണ് ആദ്യം കണ്ടത് 21:7 എന്താണ്? അത് കർത്താവാണ്. പക്ഷേ പുള്ളിക്കാരൻ അവിടെ തന്നെ ഇരുന്ന്. അതാണ് കുഴപ്പം. ഇന്നത്തെ വിശ്വാസികളും ഒരു 90% അവസ്ഥ അതാണ്. യേശു കർത്താവാണെന്ന് അറിയാം, അവിടെ തന്നെ ഇരിക്കും. യേശു കർത്താവാണെന്ന് അറിയാം. ഉടമ്പടിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു കർത്താവാണെന്ന് നിന്നെ അറിയിക്കുകയും പിന്നെ എന്ത് ചെയ്യും?
ദൈവം അവന് മരിച്ചു എന്ന് ഉയർപ്പിച്ചു എന്നുള്ള വിശ്വാസത്തിന് ചുമ്മാ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് യാക്കോബ് 2:17 അനുസരിച്ചുകൊണ്ട് വിശ്വാസം പ്രവർത്തികളാലാണ് നീതീകരിക്കപ്പെടുന്നത്. അതെന്നുവെച്ചാൽ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യമാണ്. ഒന്ന് പറഞ്ഞേ, കർത്താവേ ഞാൻ ചെയ്യുന്ന ഉടമ്പടി പ്രകാരമുള്ള യേശുവിന്റെ നാമത്തിലുള്ള എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കർത്താവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യമാകുകയാണെന്നുള്ള ആഴമായ ബോധ്യത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. അതിന് ഈ കൂട്ടത്തിന് ചാടിപ്പോന്നില്ലേ? യേശു കർത്താവാണെന്നുള്ള അറിവ് കിട്ടിയപ്പോൾ ഉടനെ 10 ദിവസം ചാടിപ്പോന്നില്ലേ? കടലിലൂടെ നീന്തി കയറി പോകുന്ന ആദ്യമേ എത്തി. ഈ ആദ്യമേ എത്തണം, അതൊക്കെ സീരിയസ് വിഷയമാണ്. ആദ്യമേ എത്തുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താണ് അത്? മറ്റുള്ളവരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നീ ഇവരെക്കാൾ അധികമായി. അതാണ് പ്രശ്നം. അതെന്നും പ്രശ്നം തന്നെയാണ്. 21:15 വായിച്ചോളൂ, യോഹന്നാന്റെ സുവിശേഷം. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഈ ചോദ്യത്തിനാണ് പത്രോസ് അതാണ് ചെയ്തത്. ആ 11 പേരും ആ വള്ളത്തിൽ തന്നെ ഇരിക്കുകയാണ്. 10 പേര് ആ വള്ളത്തിൽ തന്നെ ഇരിക്കുക. ആ 10 പേരിലാണ് പത്രോസ് ചാടിപ്പോകുന്നത്. അത് കണ്ടിട്ടാണ് ചോദിക്കുന്നത്, ഇവരെക്കാൾ അധികമായി. ഇപ്പം നിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അന്ത്യം വരെ കാണുന്ന ആളാണ് ദൈവം. അവസാനത്ത് ആദ്യത്തെ ഭാഗമൊക്കെ നല്ലതായിരിക്കാം, അന്ത്യഭാഗമാണ് പ്രശ്നം. മനസ്സിലായില്ലേ? നീ ഉടമ്പടിയുടെ ആദ്യ ഭാഗമൊക്കെ ഭയങ്കര വീരശൂര പരാക്രമം കാണിക്കും. ആ 90 ദിവസം ആകുമ്പോൾ നീ വെറുതെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയായിട്ട് മാത്രം ഈ സാധനം അവസാനിപ്പിക്കും. പക്ഷേ പ്രവർത്തനമില്ല, ദാനധർമ്മങ്ങളില്ല, രോഗി സന്ദർശനമില്ല. ഈ അന്ത്യഭാഗങ്ങൾ ആദ്യ ഭാഗങ്ങളെപ്പോലെ തന്നെ അന്ത്യഭാഗങ്ങളും ഇപ്പം 10 ദിവസത്തിന് മാർക്ക് കിട്ടാൻ കാര്യം അതാണ്. എന്താണ്? യോഹന്നാൻ വക്ഷസിൽ കിടന്നോ അന്ത്യത്താഴത്തിൽ അല്ലേ? പിന്നെ കുരിശുമരണത്തിൽ കർത്താവിൻ്റെ കുരിശ് ചുവട്ടി വന്നു. പക്ഷേ അന്ത്യഭാഗം യോഹന്നാന് പാളിപ്പോയി. അതൊരു 10-50 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യനായിരുന്നു. യോഹന്നാൻ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചെയ്തെങ്കിലും അവസാനം ഒരു 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ യോഹന്നാൻ്റെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് എന്താ പറ്റിയത്? അധികാരം താക്കോല് പത്രോസിന് കിട്ടി. എന്താ കാര്യം? അവൻ്റെ അന്ത്യഭാഗം കറക്റ്റായിരുന്നു. വെളിപാടിന്റെ പുസ്തകം 2:19 വായിച്ചേ. ശ്രുതികട്ടെ. വെളിപാട് 2:19. നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ആ വചനം വായിച്ചു തരാം. ഒന്നിന് വായിച്ചു തരാം. ഒന്ന് പറഞ്ഞ വെളിപാട് 2:19 വായിച്ചേ. നിന്റെ പ്രവൃത്തികളും നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. ഇതാണ് ഇവിടെയാണ് പ്രശ്നം. അവസാന പ്രവർത്തനങ്ങളെ യോഹന്നാന്റെ എല്ലാ കാര്യവും കർത്താവ് കണ്ടതാണ്. വക്ഷസിൽ കിടന്നതാണ് ആള്. അന്ത്യത്താഴ് സമയത്ത് നിന്നെ ഒറ്റ കൊടുക്കുന്ന ആരാണെന്ന് ചോദിച്ചതാണ്. അനുസരണം കൂടെ വന്നതാണ്. അതിനുശേഷം കുരിശിന് ചുവട്ട് നിന്നതാണ്. ഇത്രയും കാര്യം ഒക്കെയാണ്. പക്ഷേ അവസാനം വന്നപ്പോൾ പാളിപ്പോയി. അവസാനം എന്താണ്? അത് കർത്താവാണെന്ന് പറഞ്ഞ് വള്ളത്തെ തന്നെ ഇരുന്ന് പോയി പാവപ്പെട്ടവൻ. ചാടി കടലിൽ വീണത് നീന്തിക്കയറി കർത്താവിൻ്റെ അടുത്ത് ആദ്യം ചെന്നവനാണ് താക്കോൽ കിട്ടുന്നത്. എന്താ കാര്യം? അവൻ്റെ അവസാന പ്രവർത്തനങ്ങൾ വിജയിച്ചു. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങേ സാക്ഷ്യം വഹിക്കാനുള്ള എന്റെ മിഷൻ ചൈതന്യം അന്ത്യം വരെ അഭിഷേകപൂരിതമാകാൻ എന്നെ ശക്തിപ്പെടുത്തണമേ.